ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ് കേട്ടോ. മല്ലിയിലയും തക്കാളിയും ഒക്കെ ഇട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒന്നൊന്നര ഒരു പരിപ്പ് കറി. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് ചെറുപയർ പരിപ്പിട്ടാണ്. നമുക്ക് പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ആദ്യമേ എടുത്ത് ഒന്ന് അടുപ്പിച്ച് വെക്കാം. ഇപ്പോൾ ഇടുന്നത് 1 കപ്പ് ചെറുപയർ പരിപ്പാണ്. ഇനി നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് എടുക്കേണ്ടത്. കാശ്മീരി മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ, ലെവലായിട്ടുള്ള 1.5 ടീസ്പൂണ്. ഇതിപ്പോൾ ജീരകപ്പൊടിയാണ് എടുക്കുന്നത്. ലെവലായിട്ട് 1.5 ടീസ്പൂൺ ജീരകപ്പൊടിയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ 1.5 സ്പൂൺ ആയിട്ടുണ്ട് ജീരകപ്പൊടി. ഇനിയും നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇത്രയും പൊടികളാണ് നമുക്ക് ഈ കറിക്കായിട്ട് വേണ്ടത്. പിന്നെ വേണ്ടത് നമുക്കൊരു 2 തക്കാളി വേണം, അത് ചെറുതായിട്ട് മുറിച്ച് വെക്കണം. ഒരു 1/4 കപ്പ് അരിഞ്ഞ മല്ലിയില വേണം. ഒരു 4 വറ്റൽമുളക്, വലിയ വെളുത്തുള്ളി അല്ലി ഒരു 8 എണ്ണം, ഒരു 3 സവോള കനം കുറച്ചരിഞ്ഞത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കറിക്ക് വേണ്ടി വേണ്ടത്. നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ചെറുപയർ പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകുക എന്നുള്ളതാണ്. ആ ചെറുപയർ പരിപ്പ് 2-3 പ്രാവശ്യം കഴുകിയിട്ട് അത് വെള്ളം തോരാനായിട്ട് ഒരു അരിപ്പയിലോട്ടോ വല്ലതും വെക്കണം. പരിപ്പിലെ വെള്ളം നന്നായിട്ട് തോർന്നു കഴിയുമ്പോഴേക്ക് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിക്കാതെ അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. ഒരുപാടങ്ങ് മൂത്ത് പോകണ്ട, പക്ഷെ ചെറുതായിട്ടൊന്ന് മൂപ്പിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ആദ്യമേ അതൊന്ന് വറക്കുക, വറുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കഴുകിയാലും മതി. പക്ഷേ കഴുകി കഴിഞ്ഞിട്ട് ആ വെള്ളം തോർന്നിട്ട് പിന്നെ വറക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയിരിക്കുന്നത്. നിങ്ങൾ ഓർക്കാതെ ആദ്യം തന്നെ ചെറുപയർ പരിപ്പ് അങ്ങ് മൂപ്പിച്ച് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് കഴുകിയാലും മതി എന്നേ ഉദ്ദേശിച്ചുള്ളൂ. നമ്മുടെ 1 കപ്പ് ചെറുപയർ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർന്ന് ചട്ടിയിലോട്ട് ചൂടാകാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു കാരണവശാലും ബ്രൗൺ നിറമൊന്നും ആവാതെ നോക്കണേ. അത് സൈഡൊക്കെ ഒന്ന് കരിഞ്ഞ് മൂത്ത് പോയി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നിറത്തിലോ രുചിയിലോ ഒന്നും പിന്നെ ഈ ചെറുപയർ പരിപ്പിൻ്റെ കറി കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഈ വറക്കുമ്പം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. ഇത് വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കറിയാണ്. ഇതിപ്പോൾ നമ്മളതെല്ലാം വറുത്ത് മാറ്റി, പയർ വറുത്ത് മാറ്റി, അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഒരു 4 വറ്റൽമുളക് അവിടെ എടുത്ത് വെച്ചിരുന്നല്ലോ നമ്മൾ, 4 വറ്റൽമുളക് ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് പിന്നെ ചേർക്കേണ്ടത് 3 വലിയ സവാളയുള്ളി കനം കുറച്ച് അരിഞ്ഞതാണ്. അരിയുമ്പം ഉള്ളിയുടെ കനം ഇച്ചിരി കൂടിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പവും വരാനില്ല. വഴലാൻ ഇച്ചിരൂടെ താമസിക്കും എന്നുള്ളതേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിലേക്ക് ചേർക്കേണ്ടത് നമുക്ക് സവാളയൊക്കെ പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് നമ്മൾ സാധാരണ ഉപ്പ് ചേർക്കുമല്ലോ, അതുപോലെ 1/2 ടീസ്പൂണിൻ്റെ അളവ് സ്പൂണിന് 2 പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. അതായത് 1 ടീസ്പൂൺ ഉപ്പുപൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത്. വെളുത്തുള്ളി ജീരകപ്പൊടിയൊക്കെ ഈ ഒരു കറിക്ക് ഭയങ്കര നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നതാണ്. നമ്മുടെ വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വട്ടത്തിൽ അങ്ങ് മുറിച്ചാലും മതി. ഇനിയും വെളുത്തുള്ളിയും സവാളയുള്ളിയും വറ്റൽമുളകും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴലണം. മൂത്തൊന്നും പോകണ്ട, ഇത് നന്നായിട്ടൊന്ന് ഒതുങ്ങിയാൽ മതി. അതിനിടയ്ക്ക് നമുക്ക് ആ പരിപ്പൊന്ന് വേവിക്കാനിടാം. ഞാനത് പരിപ്പ് വേവിക്കാനായിട്ട് ഒരു ചെറിയ പ്രഷർ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഒരു 4 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ കഴുകി ഉണങ്ങി വറുത്ത ചെറുപയർ പരിപ്പും 4 കപ്പ് വെള്ളവും ഒഴിച്ച് പ്രഷർ കുക്കർ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ചിട്ട് ഞാൻ അപ്പം തന്നെ വെയിറ്റ് ഇടുന്നുണ്ട്. പിന്നെ വിസിൽ ഒരു 2 വിസിൽ. ഇതിലിപ്പം ചേർത്തത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ്. നമ്മുടെ അരപ്പിലും നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ, ഉള്ളി വഴറ്റിയപ്പോഴും നമ്മൾ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിലൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്ന് കലക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് വെയിറ്റ് വിട്ട് കറക്റ്റ് 2 വിസിൽ വേവിക്കാം. നിങ്ങൾക്ക് ഇച്ചിരി തരിയായിട്ട് തന്നെ കിടക്കുന്നതാണ് ചെറുപയർ പരിപ്പ് ഇഷ്ടം എന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 വിസിൽ കഴിഞ്ഞിട്ട് ആ പ്രഷർ മുഴുവനൊന്ന് പോയി കഴിയുമ്പോൾ നോക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 വിസിലും കൂടെ വെച്ചാൽ മതിയല്ലോ. ഇപ്പോൾ ദേ നമ്മുടെ ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലോട്ട് ചേർക്കാനുള്ള 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് നമ്മൾ ഒന്ന് വഴറ്റുകയാണേ. അതും ഒരുപാടങ്ങ് മൂത്ത് പോകണ്ട. പക്ഷേ ഞാൻ എപ്പോഴും സാധാരണ ചെയ്യുന്ന പോലെ എൻ്റെ റെസിപ്പീസ് ഈ വഴറ്റുന്നത്, പൊടികളിട്ട് വഴറ്റുന്നത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഞാൻ എന്ത് പൊടികളിട്ട് കഴിഞ്ഞാലും അത് വല്ലാതെ അങ്ങ് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് വെള്ളം തളിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കും. ഇപ്പോൾ ഞാൻ അതിലേക്ക് ചേർത്തിരിക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 2 തക്കാളിയാണ്. വലിയ തക്കാളിയല്ല, മീഡിയം തക്കാളി 2 എണ്ണം.
ഇവിടെ ഞങ്ങൾക്ക് ആർക്കും തക്കാളിയുടെ പുളി അങ്ങ് വലുതായിട്ട് മുന്നിട്ട് നിൽക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് 2 മീഡിയം തക്കാളി ഇട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അരപ്പ് വഴറ്റുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം തളിച്ച് കൊടുക്കുന്ന. അങ്ങനെ വെള്ളം തളിച്ച് കൊടുക്കുന്നതാണ് നിങ്ങൾ ഇപ്പം കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ വഴറ്റും. കാരണം ആ പൊടികൾ കരിഞ്ഞ് വല്ലാതെ മൂത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം ഒരുപോലെ നന്നായിട്ട് മൂത്ത് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ദേ നമ്മുടെ അരപ്പും ഉള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ അതിലേക്ക് ചേർക്കണം. ഈ ഒരു വേവാണ്. ചെറിയ തരികളുണ്ട്, എന്നാൽ വല്ലാതങ്ങ് കടിക്കുന്ന രീതിയിലുള്ള ഒരു വേവാതെയല്ല പരിപ്പ് കിടക്കുന്നത്. ഈ ഒരു പരുവത്തിനാണ് ശരിക്കും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലത്. ഇപ്പോൾ ഈ പരിപ്പിരിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്കറിയാമല്ലോ, ഒട്ടും ചാറ് കാണത്തില്ല. അതുകൊണ്ട് ആ പ്രഷർ കുക്കറിൽ തന്നെ, നമ്മൾ ആ പരിപ്പ് വേവിച്ച പ്രഷർ കുക്കറിൽ തന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയായിരുന്നു. പിന്നെയും ഒരു 2 കപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെള്ളം മുഴുവൻ വറ്റിയായിരുന്നു പരിപ്പ് കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക്. നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. കാരണം പിന്നെ ഒരുപാട് അങ്ങ് വെള്ളം കൂടിക്കഴിഞ്ഞാൽ പിന്നെ വറ്റാനായിട്ട് പിന്നെയും കാത്തു നിൽക്കണ്ടേ. അപ്പോഴത്തേക്ക് ചിലപ്പോൾ പരിപ്പ് വല്ലാതെ അങ്ങ് വെന്ത് പോകും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കുക. അല്ല പറ്റില്ല, കുറച്ചുകൂടെ അയവ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും കുറേ കൂടെ വെള്ളം തിളപ്പിച്ച് മാത്രം ഒഴിക്കുക. നമ്മൾ ഈ ഒരു വെന്ത് വഴന്നൊക്കെ കിടക്കുന്ന സാധനത്തിലോട്ട് സാധാരണ പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒരു വല്ലാത്ത രുചിയാവും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വെള്ളം തിളപ്പിച്ച് മാത്രമേ ഒഴിക്കാവുള്ളേ. പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് 1/2 ടീസ്പൂണിൻ്റെ അളവ് സ്പൂണാണ്. പക്ഷേ ഉപ്പിൻ്റെ അളവ് ഞാൻ വെറുതെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ചിലർക്ക് ഉപ്പ് കുറച്ചുകൂടെ വേണ്ടവരായിരിക്കും, ചിലർക്കും ഇത്രയും വേണ്ടായിരിക്കും. അതുകൊണ്ട് ഉപ്പ് നിങ്ങളുടെ അളവിന് മാത്രമേ എടുക്കാവുള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞതിട്ടിട്ടുണ്ട്. ഒരു 1/4 കപ്പ് അരിഞ്ഞ മല്ലിയില. ആ മല്ലിയിലയുടെ മണവും ഒക്കെ കൂടെ അങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഈ കറിക്ക് ഒരു പ്രത്യേക ഒരു സ്വാദാണ് കേട്ടോ. ഇതിന് കറിവേപ്പില ഇടേണ്ട യാതൊരു ആവശ്യമില്ല. കറിവേപ്പില ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ മല്ലിയില ഇടുമ്പം ആ മല്ലിയിലയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇനി കുറച്ച് മല്ലിയില മുറിച്ചത് അതിന് മുകളിൽ വിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ചപ്പാത്തിക്ക് ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ, എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണെങ്കിലും ഇത്രയും രുചിയുള്ള ഒരു കറി വേറെ അധികം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഞങ്ങൾ വീട്ടിൽ 3 പേരാണ്. 3 പേർക്കും ഒരുപോലെ ഇത് ചപ്പാത്തിയുടെ കൂടെ കുറച്ച് സവാളയുള്ളി അരിഞ്ഞത്, ഒരു ഇച്ചിരി വിനാഗിരിയും ഉപ്പും കുറച്ച് ചെറിയൊരു പച്ചമുളകും കൂടെ മുറിച്ചിട്ട് ഒന്ന് ഞെരടിയിട്ട് അതൊരു സാലഡാക്കി, അതും ഈ പരിപ്പ് കറിയും ചപ്പാത്തിയും കൂടെ കഴിക്കുമ്പോൾ അത് വളരെ നല്ല ഒരു കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഇനിയും പറയാനുള്ളത്. എൻ്റെ ഈ ഒരു ചാനലും എൻ്റെ ഈ റെസിപ്പിയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ പോയി മറ്റ് റെസിപ്പികളൊക്കെ ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ ഓരോ വീഡിയോയ്ക്കും നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും ഓരോ കമൻറ്റും ഓരോന്ന് തിരുത്താൻ പറയുന്നതും ഓരോന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ഓരോന്ന് നോട്ട് ചെയ്ത് പറയുന്നതൊക്കെ എനിക്ക് വളരെ വിലപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ തുടർന്നും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പം നമുക്ക് നാളെ വേറെ ഒരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്